ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ ഇക്കുക്കുട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ നടക്കാവ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇപ്പം അവന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇക്കുക്കുട്ടൻ്റെ അച്ഛനും ഒരു ബ്ലൂ ജുബ്ബയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതിന് ചേർന്നിരിക്കുന്ന ഒരു ഗൗൺ സെറ്റാക്കി ഞാൻ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ ഷിമാട്ടിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇക്കുക്കുട്ടൻ്റെ അച്ഛൻ്റെ ജുബയും നമ്മൾ ഷിമാട്ടിയിൽ നിന്ന് വാങ്ങി. അവന് ഇക്കുക്കുട്ടനുള്ള ഡ്രസ്സ് നമ്മൾ കല്യാൺ സിൽക്സിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പെട്ടെന്ന് തന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പം ഇക്കു വലിയ നല്ല മൂടൊന്നുമല്ല. ഒന്നാമത് അവൻ്റെ ഡ്രസ്സിൻ്റെ ചൂടാണ് എന്താണെന്ന് അറിയത്തില്ല, അവന് തന്നെ കളിക്കണം. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലാൻ തോന്നി. ആക്ച്വലി എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഓഡിറ്റോറിയത്തിലേക്ക്. അപ്പോൾ ഇക്കുക്കുട്ടൻ്റെ ബർത്ത്ഡേയിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടു നോക്കാം. Take me back to California. I wanna go back to 2018. I wanna go back to when I was happy. So take me back to California, please. Take me back. Take me back to that time. One good friend was in my life. California seems so far away from me, from me, from me. Made my first album. It came out the same day as Kanye's. I made my best single. Came out and felt so great.
അങ്ങനെ ആളുകളൊക്കെ പോയപ്പോഴേക്കും നമ്മൾ തന്നെയാണല്ലോ ഈ സെറ്റ് ചെയ്തത്. അപ്പം നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി കൊടുക്കണം ഇവർക്ക് ഈ ഹോള്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ ബലൂണ് നമ്മൾ ആർച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ബലൂൺ ആർച്ചിലെ ബലൂൺസൊക്കെ നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഓരോ ഐറ്റംസ് ആയിട്ട് മാറ്റി മാറ്റി എടുക്കണം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി വാശി ഏറിയിട്ട് എല്ലാം പൊട്ടി പൊട്ടി തീർക്കുകയാണ്. കാരണം ഇത് ആർക്കും കൊടുത്തു വിടാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്കാണെങ്കിൽ മാക്സിമം എല്ലാം പൊട്ടിച്ച് തന്നെ തീർത്ത് ഹോള് വൃത്തിയാക്കി കൊടുക്കേണ്ടതുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ പൊട്ടിച്ചു തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പാട്ട് ആകാമെന്ന് ഓർത്തു. അപ്പം ഇക്കുക്കുട്ടൻ്റെ അച്ഛനും ഇക്കുക്കുട്ടനും കൂടി വേണ്ടി പാട്ട് പാടാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ഇക്കുവിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവന് മൈക്ക് കിട്ടിയാൽ മൈക്ക് തിന്നാനാണ് തുടങ്ങുന്നത്. അവനിങ്ങനെ മൈക്കിൽ പിടിച്ച് പാടണമെന്ന് കാര്യമായിട്ട് അറിയത്തില്ല. അപ്പം ഞാനും ഇക്കുക്കുട്ടൻ്റെ അച്ഛനും കൂടി ഒരു പാട്ട് പാടാൻ തുടങ്ങുവാണ്. അപ്പം നിങ്ങൾ അത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. അങ്ങനെ പാട്ടൊക്കെ പാടി ഞാൻ എല്ലാവരെയും വെറുപ്പിച്ചു. നല്ല രീതിയിൽ വെറുപ്പീര് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പാട്ടൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. എല്ലാവരും എന്നെ നന്നായിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്തു. അങ്ങനെ എൻ്റെ അമ്മയും അനിയത്തിയും എല്ലാവരും കൂടി നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള വണ്ടി വന്നിട്ടുണ്ട്. അപ്പം അവരെല്ലാവരും വണ്ടിയിലൊക്കെ കയറി ബൈ ബൈ പറഞ്ഞ് പോവാണ്. അപ്പോൾ ചേട്ടായിമാരൊക്കെ പോവുകയാണ്. അപ്പോൾ ഇക്കുക്കുട്ടിന് ടാറ്റ കൊടുത്തു. ഞങ്ങൾ അവരെ വണ്ടിയിലൊക്കെ കയറ്റി വിട്ടു. ഇനി നമ്മൾ വീട്ടിൽ ചെന്നിട്ട് എല്ലാം റെസ്റ്റ് എടുക്കാനുള്ള പ്ലാനാണ്. കാരണം ഇന്ന് രാവിലെ തൊട്ടേ ഇറങ്ങിയതാണല്ലോ. അതുകൊണ്ട് പിന്നെ അപ്പം നമ്മൾ ബൈ ബൈ.